ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വർഷ ഇപ്പോ സംഗീതയ്ക്ക് വരെ പ്രിയപ്പെട്ട മോളായി. നോക്കാം ഈ നാടകം എവിടം വരെ പോകുമെന്ന്. അപ്പോ നിങ്ങളൊക്കെ മറ്റു തൊഴിൽ തേടി പോവുകയും ചെയ്തു. ഇതാരാ തമ്പുരാട്ടി? കോലത്തെ മരുമോളാണോ? കോലത്തൊരു മരുമോള് വന്നാ നിങ്ങൾ ആരും അറിയാതിരിക്കോ? ഇവള് പുതിയൊരു അതിഥിയാ, അമ്മു. ഞങ്ങക്ക് അമ്മു മോളെപ്പോലെയാ. കോലത്തെ കുട്ടിയെ പോലുണ്ട്. എന്നാ പിന്നെ അവളെ നിങ്ങള് തമ്പുരാട്ടി എന്ന് വിളിച്ചു. കൊച്ചു തമ്പുരാട്ടി എന്താ? അല്ല, എന്താ മൂപ്പര ഇതൊക്കെ? ഒരു കപ്പക്കൊലയാ തമ്പുരാനെ. വിഷമൊന്നും ചേർക്കാതെ പറമ്പിൽ വിളയിച്ചതാ. ഇത് കുറച്ച് നാടൻ പാവയ്ക്കയാ. കൂടിയനം ചീരയിലയാ ഞാൻ കൊണ്ടുവന്നത്. എന്നാ സമ്മാനങ്ങൾ കൊടുക്കാം. ആയിക്കോട്ടെ. തമ്പുരാനെ, കലവറയില് ദേഹണ്ണക്കാരുണ്ട്. ഇതൊക്കെ കൊണ്ടുപോയി അവരെ ഏൽപ്പിക്കണം. ശരി തമ്പുരാട്ടി, കൊണ്ടു കൊടുത്തേക്കാം. പിന്നെ എല്ലാരോടും കേട്ടാ, നമുക്കിവിടെ പൂരാട സദ്യ ഒരുങ്ങുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കഴിച്ചിട്ടേ പോവാവൂ. ശരി തമ്പുരാനെ. ചന്ദ്രു, ക്ഷേത്രത്തിലൊന്ന് പോകണം. ഒരു ശയന പ്രദക്ഷിണം നടത്തണമെന്ന് എനിക്ക് നേർച്ചയുണ്ട്. ശയന പ്രദക്ഷിണോ? ഈ വയസ്സുകാലത്ത് മാധവേട്ടന് അതൊക്കെ പറ്റുമോ? ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല ചന്ദ്രു. വർഷമോളുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കണം. ജഗൻ ജയിലായതി പിന്നെ കുറുപ്പിനും വീട്ടുകാർക്കും വന്ദനയോട് കടുത്ത നീരസം തന്നെ ഉണ്ടാവും. അതവളുടെ വിവാഹബന്ധത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ജഗനും വന്ദനയുമായുള്ള ബന്ധം ശാശ്വതമായി നിലനിൽക്കണമെന്ന് നമുക്കൊന്നുരുകി പ്രാർത്ഥിക്കണം. ദിയമോള് അനാഥയാകരുത്. മാധവേട്ടൻ കരയാണോ? ഇല്ല, കരയുന്നില്ല. കരഞ്ഞാൽ ഞാനല്ല, എന്റെ ചന്ദ്രുവാ തോറ്റുപോകുന്നത്. ഇരുളടഞ്ഞ ജീവിതത്തിലെ ഇത്രയോളം പോന്ന ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടമാ ഞാൻ. മാധവേട്ട, എന്താ ഇതൊക്കെ? മാധവേട്ടൻ എനിക്ക് മിന്നാമിനിങ്ങിന്റെ വെട്ടമാണെന്ന് ആരാ പറഞ്ഞേ? എന്റെ സൂര്യനാ, എന്റെ ജീവിതത്തിൽ ഉദിച്ച സൂര്യനാ മാധവേട്ട. 1000 ദുഃഖങ്ങളുമായി ഉദിച്ചുയർന്ന സൂര്യൻ അല്ലേ? അല്ല, എന്റെ ജീവൻ. എന്നാ പിന്നെ മാളോട്ടമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വരാം. വർഷയുടെ കാര്യം ഓർക്കുമ്പോ പുറത്തിറങ്ങാൻ പോലും തോന്നുന്നില്ല. തൽക്കാലം ക്ഷേത്ര ദർശനമൊന്നും വേണ്ടെന്ന് കരുതിയതാ. എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. ശയന പ്രതിഷ്ഠ മുടക്കാൻ പറ്റില്ലല്ലോ, നേർന്നതല്ലേ? വേണ്ട, ശയന പ്രദക്ഷിണം നടത്തുമ്പോ
ഞാൻ കൂടെ ഉണ്ടാവണം. നമുക്ക് ഒരുമിച്ച് പോകാം. വേഗം ഡ്രസ്സ് മാറിയിട്ട് വാ. ക്ഷമിക്കണം, എനിക്ക് അമ്പലത്തിലൊന്ന് പോണമായിരുന്നു. അതിനെന്തിനാ ക്ഷമ ചോദിക്കുന്നേ? ധൈര്യമായിട്ട് വെക്കോ. അല്ല, ഞങ്ങളും അമ്പലത്തിൽ പോകുന്നുണ്ട്. ഒരുമിച്ച് പോയാ പോരെ? എന്റെ ഒരു കൂട്ടുകാരിയും കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരത്തെ പോയാൽ കൊള്ളായിരുന്നു. അതിനെന്താ, ആയിക്കോട്ടെ. ഇവിടെ എന്തായാലും ദഹനത്തിന് പണിക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും നോക്കിക്കോളും. നീ കാണേണ്ടവരെയൊക്കെ കണ്ട് സാവധാനം വന്നാ മതി. ശരി സാർ, വലിയ ഉപകാരം. ശ്യാമ, ആ മോനെ, നിന്റെ മീറ്റിംഗും കോൺഫറൻസ് ഒക്കെ മാറ്റി വെച്ചിട്ടൊന്ന് വരണം. ആ, ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്നോ? ഗുഡ്, വെരി ഗുഡ്. ആ പിന്നെ ഞങ്ങളിപ്പോ അമ്പലത്തിലേക്ക് ഇറങ്ങാണ്. അപ്പൊ നീ അങ്ങോട്ട് വന്നാ മതി, അമ്പലത്തിലേക്ക് കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. ഞാൻ പറഞ്ഞേക്കാം. ശരി, ഓക്കെ, ശരി. സംഗീതേ, രാമ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അവനെന്തായാലും അമ്പലത്തിലേക്ക് വരാന്ന് പറഞ്ഞു. പിന്നെ കൂടെ ഒരാളും കൂടെ ഉണ്ടാവും, ദേവിക. അല്ല, അവരത്രയ്ക്ക് അങ്ങ് അടുത്തു പോയോ? വേണമല്ലോ. ഇനിയിപ്പോ അവരുടെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ദേ, അമ്പലത്തില് അടിപ്രദക്ഷിണം നടത്താന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. ആ വഴിപാട് ഇന്ന് തന്നെ നടത്തണം. വേണം. മോന്റെ കല്യാണം നടക്കാൻ വേണ്ടി എന്ത് വഴിപാട് നടത്താൻ ഞാനും തയ്യാറാണ്. അമ്മ ഇവിടെ കാലുകുത്തിയതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടല്ലേ? ആ, അതൊരു വലിയ സത്യം. വർഷ ഇപ്പോ സംഗീതയ്ക്ക് വരെ പ്രിയപ്പെട്ട മോളായി. നോക്കാം ഈ നാടകം എവിടം വരെ പോവുമെന്ന്. മാനത്തെ കൊട്ടാ